അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബഅദ്. പ്രിയമുള്ള സയ്യിദ് അവറുകളെ, അതേപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളെ, അതേപോലെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരും നമ്മളെ ഇംദാദുൽ ഇസ്ലാം ദർസിൻ്റെ അണ്ടറിലുള്ള മദദികളായ ഉസ്താദുമാർ വലിയ വലിയ പണ്ഡിതന്മാരാണ്. അവരാരും സനത് ഇല്ലാത്തവരല്ല, സനത് എല്ലാവർക്കും ഉള്ളവരാണ്. അതിന് പുറമെ എല്ലാത്തിനും കഴിവുള്ളവരാണ് നമ്മൾ ഉസ്താദുമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീനി ഖിദ്മത്തിലായി ദീർഘകാലം അവൻ്റെ ദീനിന് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു തആല നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മുടെ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ വളരെയധികം വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഏത് സമയത്തും എന്ത് സംശയം വന്ന് വിളിച്ച് ചോദിച്ചാലും യാതൊരു കിബറുമില്ലാതെ, ഞാനൊരു വലിയ ആളാണല്ലോ, എന്നോടങ്ങനെ ചോദിച്ചല്ലോ എന്നോ, അല്ലെ നമ്മൾ ഫോൺ ചെയ്തതിന് വലിയ ബേജാറാകെ ഒന്നും ചെയ്യാതെ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം നല്ല രീതിയിൽ ഉത്തരം നൽകി നമ്മുടെ സംശയങ്ങളെല്ലാം തീർത്തു തരുന്ന ഒരു മഹാപണ്ഡിതനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാവട്ടെ. ദീർഘകാലം അവൻ്റെ ദീനിന് സേവനം ചെയ്യാൻ ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മെ ഈ രംഗത്ത് എത്തിച്ച നമ്മളെ കാസിം ഉസ്താദ്, അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റൂല. അദ്ദേഹം അതുപോലെ നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഏത് സമയത്ത് നോക്കിയാലും അവർക്ക് നമ്മൾക്ക് ഫോൺ ചെയ്യും. നമുക്ക് ചിലപ്പം ഫോൺ ചെയ്യുമ്പോൾ ദേഷ്യം പിടിക്കും. എപ്പം നോക്കിയാലും ഫോൺ ഇയാളത്, അതിൻ്റെ പുറമെ മെസ്സേജ്. അങ്ങനെ അയാൾക്ക് ശമ്പളം കിട്ടുമോ അല്ലെങ്കിൽ വേറെ എന്തിനല്ല അവ ചെയ്യുന്നത്, നാളെ ആഖിറത്തിലെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്ന് ഈ ലോകത്ത് ഇതുവരെയും സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ ഇൽമും അല്ലാഹു തആല പഠിപ്പിച്ച്, അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആനിൽ പറഞ്ഞ എന്താണ്? നബിയെ, തങ്ങൾക്ക് ഞാൻ കുറഞ്ഞ ഇൽമ് മാത്രമേ തന്നിട്ടുള്ളൂ. മാത്രമല്ല മറ്റൊരു ആയത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു കൽപ്പിച്ചത് വഖുൽ റബ്ബി സിദ്നി ഇൽമ, നബിയെ തങ്ങൾ ഇൽമ് വർദ്ധിപ്പിക്കണമെന്ന് ദുആ ചെയ്യൂ നബിയെ എന്നാണ്. അപ്പോൾ നമ്മൾ ആരും പഠിച്ച് പൂർത്തിയായവരല്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നാട്ടിലെ എല്ലാ വ്യക്തികളും, ആണുങ്ങളും പെണ്ണുങ്ങളും, അതുപോലെ പ്രസിഡന്റും എല്ലാവരും നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ചെറുപ്പക്കാരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെട്ടവർക്കെല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരെയും നമ്മയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ നമ്മളെ ഉസ്താദിൻ്റെ ബാപ്പയും ഉമ്മയും മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനാണിത്. അതുപോലെ നമ്മുടെ ഉമ്മയും ബാപ്പയും എല്ലാം ഖബറിലാണ്. അവരെല്ലാം ഖബർ അല്ലാഹു തആല സ്വർഗത്ത് ഉപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന ദുആയോടുകൂടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇരുന്നതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.